Hi friends, we will do Nunchaku tutorial. Double Nunchaku tutorial. We will request comment double Nunchaku tutorial. That's video. This is beginners practice movements. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ നിങ്ങൾ എന്തായാലും തുറന്നു പറയാം, ഓപ്പണായിട്ട് പറയാം. ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. മാസ്റ്റർ കിട്ടുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിബിൻ പി ബെന്നി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഡബിൾ നഞ്ചക്ക് ട്യൂട്ടോറിയൽ നമുക്ക് ഓരോരോ മൂവ്മെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 7 മൂവ്മെന്റ് ആണ് തരുന്നത്. നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡബിൾ നഞ്ചക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഒന്നിലും തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ജസ്റ്റ് ഒരു വാമപ്പ് പോലെയും ചെയ്യാവുന്നതാണ്. നഞ്ചക്ക് ഡബിൾ നഞ്ചക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നഞ്ചക്ക് കൈപ്പൊടിയായിട്ട് കാര്യം നിൽക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇതൊരു മൂവ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ നോക്കുക, അതായത് മുകളിൽ നിന്ന് അടി താഴെ സ്റ്റോപ്പ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഓക്കെ, ദെൻ തിരിച്ചിട്ടെ പതുക്കെ കാണിച്ചു തരാം. നോക്കുക, ഓക്കെ. ദെൻ നമ്പർ 2 നമ്മൾ ഇത് ചെയ്തു. ഇനി ഇത് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ ഒരുമിച്ചാണ് ഇങ്ങനെ രണ്ട് നഞ്ചക്ക് ഒരുമിച്ച് ഒരേപോലെയാണ് ചെയ്തത്. ഇനി ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കുക, ഒരു നഞ്ചക്ക് താഴെയിട്ട് നമ്മൾ മറ്റേ മുകളിലേക്ക്. രണ്ടാമത്തെ മൂവ്മെന്റ് നോക്കുക, then number 3 നമ്മളിങ്ങനെ ചെയ്തേ, ഇത് ചെയ്തില്ലേ, ഇതിൽ നമ്മൾ റൊട്ടേഷൻ അടിയാണ്. ഒരു റൊട്ടേഷൻ ഇവിടെ കറക്കി എടുത്തു നോക്കുക. അതായത് നമ്മൾ ഒറ്റ കൈക്ക് കാണിച്ചു തരാം. നമ്മൾ നേരെ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു റൊട്ടേഷൻ എടുത്തു, കണ്ടോ, ഇതാണ് ചെയ്യുന്നത്. രണ്ട് കൈക്ക് ഒരുമിച്ച് കറക്കി ഒരു റൊട്ടേഷൻ ബാക്കിൽ. നമ്പർ 3 നോക്കുക, അതായത് ഒരു റൊട്ടേഷൻ ഇവിടെ എടുത്തു, ബാക്കിൽ സ്റ്റോപ്പ് ചെയ്തു, തിരിച്ചു അതേപോലെ റൊട്ടേഷൻ എടുത്തു താഴെ. മനസ്സിലാവുന്നത് വിചാരിക്കുന്നു. നമ്പർ 3. നമ്പർ 4 നമ്മൾ ഒരു കൈ കൊണ്ട് ഫിഗർ സ്പിൻ ചെയ്യാറുണ്ട് അല്ലേ. ഈ സെയിം മൂവ്മെന്റ് തന്നെയാണ് നമ്മൾ രണ്ട് കൈ കൊണ്ട് ചെയ്യണം. നോക്കുക, അതിനെ നമുക്ക് ജസ്റ്റ് ഓരോ കൈ കൊണ്ട് ചെയ്യുക. കണ്ടോ, 3 റൊട്ടേഷൻ ചെയ്ത് ബാക്കില്, 3 റൊട്ടേഷൻ ചെയ്ത് ബാക്കില്. ഇത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ താഴെ നിന്നാണ് തുടങ്ങണേ. 1 2 3 ബാക്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇനി താഴോട്ട് പോയി ഇവിടുന്ന് 1 2 3 താഴെ നിന്ന് തുടങ്ങുന്നു. 1 2 3 നോക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ താഴേന്ന് പോയി താഴേന്ന് 1 2 3 ബാക്ക് 1 2 3 ബാക്ക് 1 2 3. മനസ്സിലായെന്ന് വിചാരിക്കണു. ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് 2 നഞ്ചക്ക് കൊടുത്തു, 1 2 3 ദെൻ തിരിച്ചിങ്ങോട്ട് പോരുക. ഇനി ഇവിടുന്ന് 1 2 3. ഓക്കെ, നമ്പർ 4. ദെൻ നമ്പർ 5 എങ്ങനെയാണ് നോക്കുക. നമ്മളിത് ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ്. മറ്റേത് താഴെ തുടങ്ങി മുകളിലേക്ക് വന്നെങ്കിൽ ഇത് മുകളിൽ നിന്നുള്ള ഇത്
ഫിഗർ സ്പിൻ നമ്മളിങ്ങനെ ഫോർവേഡ് കേസ് ചെയ്യും അല്ലേ, ഫോർവേഡ് ആയിട്ട് ചെയ്യും ഇങ്ങനെ. അതായത് മുമ്പ് നമ്മൾ ചെയ്തത് റിവേഴ്സ് ആണ്, നേരെ ഓപ്പോസിറ്റ് ഫോർവേഡ്, ദെൻ താഴെ സ്റ്റോപ്പ് ചെയ്യുക. അതായത് നമ്മൾ ആംബിറ്റ് താഴെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഒന്നുകൂടെ നോക്കുക. ഇവിടുന്ന് ആംബിറ്റിൽ ക്യാച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, റെഡി? ഒന്നുകൂടെ നോക്കുക. ഇവിടുന്ന് 1 2 3, 1 2 3, 1 2 3, 1 2 3. നോക്കുക, അത് വളരെ സ്ലോയിൽ കാണിച്ചു തരാം. 1 2 കറക്റ്റ് 3. അതായത് ഈ സെയിം റൊട്ടേഷൻ ആണ്. അത് ഒരുമിച്ച് ചെയ്യണു. നമ്മൾ നോക്കുക. 1 2 3, 1 2 3, 1 2 3. ഇവിടെ നോക്കുക. 1 2 3. മാക്സിമം കൈ നീക്കി പിടിച്ച് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ അടുത്ത് പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് അടിക്കുമ്പോൾ നമ്മുടെ പാടയിൽ അടികൊള്ളാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് മാക്സിമം കുറച്ച് നീക്കി പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അപകടം ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യാം. ഒന്നുകൂടെ നോക്കാം. നോക്കുക. മനസ്സിലായി ഇരിക്കണു. ദെൻ നമ്പർ 6, നേരെ ഇവിടുന്ന് താഴെ നമ്മുടെ ഹിപ്പിന്റെ സൈഡിൽ ആയിട്ട് ഒരു സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ നോക്കാം. ദെൻ തിരിച്ച് നമ്മുടെ കൈയുടെ സൈഡിൽ 1 2 1 2 1 2 1 2 1 2 1 2. നോക്കുക, ഒറ്റ മൂവ്മെന്റ് ആണിത്. ദെൻ നിങ്ങൾക്ക് മനസ്സിലായത് വിചാരിക്കണം. ഈ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ദെൻ നെക്സ്റ്റ് ഏഴാമത്തെ മൂവ്മെന്റ് അത് നോക്കുക. 1 2 3. നോക്കുക, നമ്മൾ എന്താ ചെയ്തേ? ഇവിടെ സ്റ്റോപ്പ് ചെയ്തു, നേരെ അവിടെ നിന്ന് റിട്ടേൺ വിളിച്ചു, വീണ്ടും ഹിപ്പിന്റെ സൈഡിൽ ഒന്നൊരു സ്റ്റോപ്പ് ചെയ്തു. ദെൻ ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. നോക്കുക, നമ്പർ 7 1 2 3 1 2 3 1 2 3 1 2 3. നോക്കാം. 1 2 3 1 2 3. അപ്പൊ ഇങ്ങനത്തെ 7 മൂവ്മെന്റ് ആണ്. ഇതൊക്കെ ശരിക്കും ഒരു ബേസിക് ലെവലിലുള്ള മൂവ്മെന്റ് ആണ്. അത്യാവശ്യം ഇതൊക്കെ ഈ ഒരു 7 മൂവ്മെന്റ് നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നഞ്ചക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡബിൾ നഞ്ചക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ കുറച്ച് അഡ്വാൻസ് മൂവ്മെന്റുകളുണ്ട്, അത് വരും വീഡിയോകളായിട്ട് ഞാൻ ചെയ്തോളാം. ഓക്കെ, അപ്പൊ ഈ ഒരു 7 മൂവ്മെന്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നഞ്ചക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഡബിൾ നഞ്ചക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് ചെയ്ത് ആദ്യം പതുക്കെ ചെയ്യാം, ചെയ്ത് നമുക്ക് സ്പീഡ് കൂട്ടി ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാ മൂവ്മെന്റും കൂടി. പിന്നെ ഇതിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഓരോ മൂവ്മെന്റ് ചെയ്ത് ലാസ്റ്റ് ഒക്കെ മിക്സ് ചെയ്ത് നിങ്ങളുടേതായ മൂവ്മെന്റിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ഡബിൾ നഞ്ചക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഒരു മൂവ്മെന്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാണ്ട് ആദ്യം ഓരോ മൂവ്മെന്റ് കണ്ടിന്യൂസ് ആയി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ കമ്പോസ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ഓരോ മൂവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണ് നമുക്ക് നഞ്ചക്കിന്റെ ഞങ്ങളൊക്കെ എല്ലാവരും നഞ്ചക്കിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുപോലെ നഞ്ചക്കിന്റെ ഓരോ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അത് ഈസിയായിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്കിത് എല്ലാവരുടെയും കൂടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, റെഡി?
ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ അതൊക്കെ കമന്റ് ആയിട്ട് തരിക. അതുപോലെ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇതുപോലെ കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഞങ്ങളുടെ പ്രചോദനം. അപ്പോൾ തീർച്ചയായും ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, ഇതേപോലെ വെപ്പൺസിന്റെയും അതേപോലെ സെൽഫ് ഡിഫെൻസിന്റെയും ഒക്കെ. അപ്പോൾ അത് ഒന്നും മിസ്സായി പോകാണ്ടിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ പിന്നെയും കാണാം. സൈനിങ് ഔട്ട്.